പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയമുള്ളവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം തരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. വിശേഷാൽ റിവൈവൽ മീഡിയ മിനിസ്ട്രിയുടെ തിങ്കളാഴ്ചകളിൽ നടക്കുന്ന ഗ്ലോബൽ പ്രയർ ടൈമും ശനിയാഴ്ചകളിൽ നടക്കുന്ന 12 മണിക്കൂർ പ്രയർ, രാവിലെ 10 തൊട്ട് രാത്രി 10 മണി വരെയുള്ള 12 മണി പ്രയറിനെ കുറിച്ചും ചില കാര്യങ്ങൾ പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നാളുകളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ആ പ്രയർ നടത്തിക്കൊണ്ടുപോകാൻ സ്വർഗം സാധിച്ചു. ദൈവത്തിൻ്റെ നിയോഗപ്രകാരം, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ആ ശുശ്രൂഷന്ന് വലിയ പബ്ലിസിറ്റികളൊന്നും കൊടുക്കാതെ കുറേ പേരെല്ലാവരും പല സ്ഥലങ്ങളിലിരുന്ന് ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തുടർമാനായിട്ട് ചെയ്യാൻ ദൈവം സഹായിച്ചു. പലപ്പോഴും വെള്ളപ്പൊക്കം വന്ന സമയത്തൊക്കെയും ഒത്തിരി പ്രാർത്ഥന നടക്കുന്ന നമുക്ക് കാണാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കോവിഡ് വന്ന സമയത്ത് പ്രാർത്ഥന, എന്നാൽ പലപ്പോഴും ആ പ്രാർത്ഥനകൾ മുടങ്ങിപ്പോയപ്പോൾ ഈ പ്രാർത്ഥന നിരന്തരം ചെയ്യുവാൻ ദൈവത്തിൻ്റെ കൃപയല്ലാതെ മറ്റൊന്നുമല്ല, മിടുക്കോ കഴിവോ ഒന്നും കൊണ്ടായിട്ടല്ല, കൃപയാൽ ദൈവം അതൊക്കെ ചെയ്യാൻ ദൈവം സഹായിക്കുന്നതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം. വിശേഷാൽ സോഷ്യൽ മീഡിയയിലൂടെ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ഒത്തിരി വ്യക്തി ജീവിതങ്ങൾ അവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി. അനേക സഭകൾ, അനേക ദാസിമാരൊക്കെയും ഇത് നല്ല പ്രോത്സാഹനം തരുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. നിങ്ങളുടെ ഒരു വാക്കാകാം, നിങ്ങളുടെ ഒരു ലൈക്കാകാം, പലപ്പോഴും എന്നെ വളരെ എൻകറേജ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ മടുത്ത് ക്ഷീണിച്ചിരിക്കുമ്പോഴും രാത്രിയുടെ യാമങ്ങളിലൊക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ അതൊക്കെ ഒരു ബലമാണ്. ഇന്ന് രാത്രികാലം ചില പ്രബോധനങ്ങൾ നിങ്ങൾക്ക് തരുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. പ്രിയമുള്ളവരെ, തിങ്കളാഴ്ചകളിൽ നടക്കുന്ന ഗ്ലോബൽ പ്രയർ അനേക വർഷങ്ങളായിട്ട് നടക്കുന്നു. കാരണം നമ്മൾ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദേശങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവത്തെ അറിഞ്ഞു, ഒക്കെ നല്ല കാര്യം. പക്ഷേ നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. നമുക്ക് ചുറ്റും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുടുംബങ്ങൾക്ക് വേണ്ടി, ദേശങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിപ്പാൻ നമ്മുടെ കടപ്പെട്ട തിമോഥെയോസിൻ്റെ ലേഖനത്തൊക്കെ കാണുവാനായിട്ട് നമുക്ക് രാജാക്കന്മാർക്കും ഭരണാധികാരികൾ കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ 2 ദിനവൃത്താന്തം 7:13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ തൻ്റെ നാമം വിളിക്കപ്പെട്ട തൻ്റെ ജനം ദുർമാർഗങ്ങളൊക്കെ വിട്ടു തിരിയുമെങ്കിൽ എന്നുള്ള അനുഭവങ്ങളെ കാണാൻ പഴയ നിമിത്തം കാണാൻ കഴിയും. ദേശത്തിൻ്റെ കാവൽക്കാരാക്കി വെച്ചിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, സ്നേഹത്തോട് നമ്മൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വേണം. ഈ നാളിൽ പ്രസംഗത്തെക്കാൾ കൂടുതൽ അത്യന്താപേക്ഷ നമുക്ക് ആവശ്യമുള്ളത് പ്രാർത്ഥനാ ജീവിതത്തിൽ. കാരണം പ്രാർത്ഥനാ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ ഇരിക്കുകയും ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കാരണം ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ നാവെടുത്തു സംസാരിച്ചു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അകത്തുനിന്ന് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമാണ്. അപ്പോഴൊക്കെ ഇറങ്ങി സംസാരിച്ചാൽ, കാരണം സുവിശേഷമൊക്കെ പറഞ്ഞാൽ, ഒത്തിരിയുടെ ദൈവത്തിൻ്റെ വചനഘോഷം, അതിനൊക്കെ ഭയങ്കര ശക്തിയുണ്ട്. ഇന്ന് രാത്രികാല സ്നേഹത്തോട് ഈ നാളിൽ നമ്മൾ പ്രാർത്ഥനയിൽ നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. എത്രത്തോളം സമയം നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും അത്രത്തോളം പ്രാർത്ഥിക്കണം. വിശേഷം നമ്മൾ കുടുംബങ്ങളെല്ലാം വേലി കെട്ടി പ്രാർത്ഥിക്കണം. ഒരു സഭയിൽ നിങ്ങൾക്ക് കുറേ കുടുംബങ്ങളുണ്ട്, ദേവദാസന്മാരെ കുറച്ച് ആ കുടുംബങ്ങൾക്ക് നിരന്തരം നിങ്ങൾ പ്രാർത്ഥിച്ചേ മതിയാകത്തുള്ളൂ. വേലി കെട്ടി പ്രാർത്ഥിക്കണം. കുടുംബങ്ങളെ തകർത്തുകളെന്ന ദുഷ്ടൻ്റെ ഒത്തിരി പദ്ധതികൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കണം. വചനം പറയുന്നു, ഈ ദുഷ്കാലം എന്ന് പറയുന്നു, ദുഷ്ടലോകം എന്ന് പറയുന്നു, ദുർഘട സമയം എന്ന് പറയുന്നു. ഇപ്പം ആ കാരണം സകലതും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സഭയിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കിട്ട് പ്രാർത്ഥിപ്പാൻ നമ്മൾ കടപ്പെട്ടവരാ. അതുകൊണ്ടൊക്കെ പറയുന്നത് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു വിഷയം വന്നിട്ട് കരയുന്നതല്ല, വിഷയം വരുന്നതിന് മുമ്പ്. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ചത്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിട്ട് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങൾ സ്നേഹത്തോടെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഉണർന്നിട്ട് പ്രാർത്ഥിപ്പാൻ നമ്മൾ കഴിയണം. അതുകൊണ്ട് മുഴുരാത്രി പ്രാർത്ഥനകളൊക്കെ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു മുഴുരാത്രി പ്രാർത്ഥന നമുക്ക് ഇരിക്കാൻ കഴിയാത്തതുകൊണ്ട് എത്ര നാളായി ചില സഭകളിലൊക്കെ മുഴുരാത്രി പ്രാർത്ഥന നടന്നിട്ട് ഒരു 4 മണിക്കൂറോ 8 മണിക്കൂറോ അല്ലെങ്കിൽ 12 മണിക്കൂറൊക്കെ പ്രാർത്ഥന ഈ നാളിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം പലതും പ്രസംഗിക്കാനുള്ള, പക്ഷേ ചെയ്തിട്ട് പ്രസംഗിക്കണം. ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട്, പരിശുദ്ധാത്മാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഞാനതിന് ചെയ്യുന്നു. ഞാൻ ചെയ്തതിന് ശേഷമാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. എല്ലാ മാസത്തിൽ ഒരു ദിവസം മുഴുരാത്രി പ്രാർത്ഥന ചെയ്യാറുണ്ട്. ഈ 12 മണിക്കൂർ പ്രയർ 12 മണിക്കൂറും ചിലപ്പോൾ എനിക്ക് ഇരിക്കാൻ കഴിയത്തില്ല. ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കണം, ചിലപ്പോൾ 8 മണിക്കൂർ ഇരിക്കാറുണ്ട്. വ്യത്യസ്തമായ സമയങ്ങൾ. പക്ഷേ ആ സമയങ്ങളിലൊക്കെയും ഞാൻ എവിടെയായിരുന്നാലും യാത്രയിലാണെങ്കിൽ പോലും ഞാൻ ദൈവവുമായിട്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചിരിക്കാം. ശനിയാഴ്ചകൾ അങ്ങനെ
നീണ്ട സമയങ്ങൾ വേർതിരിക്കണം. ഞാൻ നിങ്ങളെ ശ്രമിച്ചില്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയുമ്പോൾ, ഞായറാഴ്ചത്തെ ആരാധന എത്ര അനുഗ്രഹമായിരിക്കും. ഒരു സഭയ്ക്കകത്തൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും അങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങി വരുന്ന ഒരു 10 കുടുംബം ഒരു സഭയ്ക്കകത്തുണ്ടെങ്കിൽ ദൈവദാസന്മാർക്ക് അവിടെ ശുശ്രൂഷിക്കുക എന്തൊരു എളുപ്പമായിരിക്കും. പരിശുദ്ധാത്മൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയും, അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കും, കൃപകളും കൃപാവരങ്ങളൊക്കെ ജ്വലിക്കും. ഒന്നിനും കുറവ് വരത്തില്ലെന്ന്, മന്ദത മാറുമെന്നേ, മടുപ്പ് മാറുമെന്ന്. ഇതൊക്കെ മാറണമെങ്കിൽ ഇന്ന് തലേ ദിവസം പൂർവ്വപിതാക്കന്മാരൊക്കെ ചെയ്തിരുന്ന കാത്തിരിപ്പ് യോഗങ്ങളൊക്കെ ചെയ്ത പോലെ അവർ ഒരുങ്ങി പരിശുദ്ധ നിറവോടുകൂടിയാണ് ആലയത്തിൽ വന്നിട്ടല്ല കർത്താവേ എന്നെ ശുദ്ധീകരിക്കണമേ, രക്തത്താലും വചനത്താലും കഴിഞ്ഞ അത് സഭയ്ക്കകത്ത് വന്നിട്ടല്ല, പുറത്ത് ഭവനത്തിനകത്ത് വെച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി ആലയത്തിൽ കടന്നു വരാൻ ഇടയാക്കണം. അപ്പുറം തലേ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞ സഭാപ്രസംഗിക്കുന്ന ആലയത്തിൽ കാലെടുത്ത് വെക്കുമ്പോൾ സൂക്ഷിക്കാനാണ് പറഞ്ഞത്. അപ്പം ആലയത്തിൽ വരുന്നതിന് മുമ്പ് നല്ല ഒരുക്കത്തോടുകൂടി ഞാനിടെ ഇതൊക്കെ ശനിയാഴ്ചത്തെ പ്രാർത്ഥന വളരെ അനുഗ്രഹം തുടർമാനമായി നടക്കുന്നത്. നിങ്ങളായിരിക്കുന്ന ദൈവദാസന്മാരാണെങ്കിൽ ദാസിമാരാണ്, നിങ്ങളോടൊക്കെ പറയും, നിങ്ങളായിരിക്കുന്ന സഭകളിൽ ഇതൊക്കെ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എല്ലാ ശനിയാഴ്ചകളിലും മണിക്കൂറുകളുടെ പ്രാർത്ഥന നടക്കട്ടെ. നിങ്ങളുടെ സഭകളിൽ ഒരു മുഴുരാത്രി പ്രാർത്ഥനകൾ നടക്കട്ടെ. നീണ്ട മണിക്കൂറുകളുടെ പ്രാർത്ഥനയൊക്കെ അങ്ങനെ നടന്നാൽ, ഉപവാസങ്ങളൊക്കെ നടന്നാൽ വിശുദ്ധമായിട്ടൊരു വേർപെട്ട ഒരു അനുഭവത്തിലേക്ക് സഭ മാറും. സഭയുടെ അന്തരീക്ഷം മാറുമെന്നേ, സഭയുടെ അതിരുകളധികം വിശാലമാകും. പലപ്പോഴും ഇത് വിശാലമാകത്തിൻ്റെ കാരണം ഇപ്പോഴും ഞെരുക്കത്തിലും ഒക്കെ ആയിരിക്കുന്നതിൻ്റെ കാരണം നമുക്ക് ദൈവത്തിന് വില കൊടുക്കാൻ കഴിയുന്നില്ല. കർത്താവ് 24/7 24 മണിക്കൂറും കർത്താവ് അവൈലബിളാണ്. പക്ഷെ നമ്മൾ പലതിനെ ചൊല്ലി നടക്കുക. എവിടെയാ ഈ മാർത്തയെ പോലെ പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ടു, കർത്താവിന് അത് കൊടുക്കണം ഇത് കൊടുക്കണം, ഭയങ്കര പ്രശ്നം, ഭയങ്കര ശുശ്രൂഷയുമ്പോൾ എൻ്റെ കുഞ്ഞെ ശുശ്രൂഷകൾ അവിടെ നിൽക്കട്ടെ. ശുശ്രൂഷ അല്ല വലുത്, യേശുവാണ് വലുത്. ആ ഒരു വെളിപ്പാട് നമുക്കകത്ത് കിട്ടണം. പലപ്പോഴും ശുശ്രൂഷ നിന്ന് അനേകർ ഓടുന്നുണ്ട്. എന്താ ശുശ്രൂഷ? കർത്താവിൻ്റെ വേലയില്ലേ. പക്ഷെ ആദ്യം കർത്താവ് വലുതാണെന്ന് കാണാം. കർത്താവ് മുമ്പേ നടക്കട്ടെ, നമുക്ക് പുറകെ നടക്കാം. കർത്താവിന് മുമ്പേ അങ്ങനെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാമെങ്കിൽ നിശ്ചയമായിട്ടും ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ചെയ്യാം. അതുകൊണ്ട് പത്രോസിനോട് ചോദിച്ചില്ലേ, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? 3 പ്രാവശ്യം ചോദിക്കുമ്പോൾ എങ്കിൽ എൻ്റെ ആടുകളെ പരിപാലിക്കുക, കുഞ്ഞാടുകളെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ ആ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ മറ്റൊന്നിനേക്കാളും യേശുവിനെ സ്നേഹിക്കാനായിട്ട് ഇന്ന് രാത്രികളും സ്നേഹത്തോടും യേശുവിനെ സ്നേഹിക്കുന്നൊരു കൂട്ടമായിട്ട് നമുക്ക് മാറാൻ പറ്റുമോ? കർത്താവിനെ അറിഞ്ഞു, രക്ഷിക്കപ്പെട്ടത്, സ്നാനപ്പെട്ടത്, അഭിഷേകം, മന്നതകൾ മാറട്ടെന്നേ, ഈ ക്ഷീണങ്ങളൊക്കെ ഒന്ന് മാറട്ടെ. ഒരാത്മീയ എരിവിലേക്ക്, ഒരു ഉത്സാഹത്തിലേക്ക് എങ്ങനെയെങ്കിലും ഒരു 10 പേരെ കൂടെ നേടാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. ചിലപ്പോൾ നമുക്ക് ഭവനങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞൊന്നും വരത്തില്ലെന്നേ, ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ പോയി ഇന്ന് പരസ്യയോഗങ്ങളൊന്നും ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞു. പക്ഷേ ഭവനങ്ങൾക്കകത്ത് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിച്ചാൽ ഈ കാലഘട്ടത്തിൽ ദൈവാത്മാവിൽ നിന്നുകൊണ്ട് രാത്രിക്കാരനെ വിളിച്ചു ചിലതിനെ പിടിച്ചു വെക്കണം. ബലവാനന്മാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ആ കോട്ടയ്ക്കകത്ത് കയറി അവൻ്റെ കോപ്പ് കവർന്നു കഴിയുക, അങ്ങനെ ചില ബലവാനെ കർത്താവ് പിടിച്ചു കെട്ടുന്നത്. നിങ്ങളുടെ അഭിഷേകം ഉണ്ടല്ലോ, ഈ ദൈവം എന്തിനാ കൃപ തന്നത്, എന്തിനാ കൃപാവരങ്ങൾ തന്നത്, എന്തിനാ അധികാരങ്ങൾ തന്നത്, ഇതൊക്കെ ഒന്ന് വെറുതെ വെച്ച് ഉപയോഗിക്കാനല്ല. ഈ ദിവസങ്ങളിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാൻ കഴിയുക. കുറച്ച് പേര് മതി. എന്തിനാ 10 പേര്, 10ഉം 200ഉം പേരുണ്ടെങ്കിലേ പ്രാർത്ഥിക്കുമെന്ന് പറയണ്ട. 2ഓ 3ഓ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടില്ല, അവർക്ക് മതി. നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. കുറച്ച് പേര് മതി, ചുരുക്കം പേരായിട്ടൊക്കെ നിങ്ങളുടെ ഭവനങ്ങൾക്കകത്തോ ആലയത്തിനകത്തോ പ്രയർ ഗ്രൂപ്പുകൾക്കകത്ത് ഇരിക്കുന്നു. അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങൾ ദൈവം അത്ഭുതം. എല്ലാ തിങ്കളാഴ്ചയും നടക്കുന്ന ഗ്ലോബൽ പ്രയർ ടൈമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. രാത്രി 10 തൊട്ട് 11 മണി. കാരണം സൂമൊന്നുമില്ല, കാരണം ഗൂഗിൾ മീറ്റുകളൊന്നുമില്ല. നമ്മൾ അതാത് സ്ഥലങ്ങളിൽ ഭവനങ്ങളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കുറച്ച് പേര് ചുരുക്കം മാത്രം വാട്സപ്പിൽ നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാനുണ്ടാവും. അത് നിരന്തരം മറ്റുള്ളവരും പ്രോത്സാഹിക്കും. നിങ്ങളുടെ ഭവനങ്ങൾ പ്രാർത്ഥിക്കാം. കാരണം ദൈവത്തിനെക്കുറിച്ച് പറയുന്ന അവൻ സർവശക്തൻ, സർവജ്ഞാനി, സർവ്വവ്യാധി. ആ വെളിപ്പാടൊക്കെ ഒന്ന് കിട്ടിയ ആ വിവിധ സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കും. നമ്മൾ ആരും പരസ്പരം കാണില്ല. അത് പൗലോസ് പറയുന്ന ഇങ്ങനെ പറഞ്ഞ, ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് സമീപത്തിലാണ്. കാരണം എലിശയോട് പറയുന്ന, ഗഹസിയോട് പറയുന്നു, ഗഹസി ഒരു അനീതി ചെയ്യുന്ന സമയത്ത് ഗഹസിയോട് പറയുന്നൊരു വിഷയമുണ്ട്, ഞാൻ നിന്നെ അവിടെ പോകുമ്പോൾ എൻ്റെ ഹൃദയം നിന്നോടുകൂടെ ഇരുന്നില്ല. അങ്ങനെ ഒരു ആത്മാവിൽ ഐക്യതയോടുകൂടിയൊക്കെ ഈ നാളെ നമുക്കിരുന്ന് പ്രാർത്ഥിക്കാൻ. പല സ്ഥലങ്ങളിലായിക്കോട്ടെ, സാരമില്ലെന്നേ. നമുക്ക് അന്ന് രാത്രി എല്ലാ തിങ്കളാഴ്ചകളിൽ രാത്രി 10 തൊട്ട് 11 1 മണിക്കൂർ സമയം ഒന്ന് ആത്മാവിൽ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യ കെട്ടുപണിക്ക് വേണ്ടി എല്ലാ കുടുംബങ്ങളെ വഹിച്ച്, എല്ലാ സഭകളെ വെച്ച്, ദൈവദാസന്മാരെയൊക്കെ വെച്ച്, ദൈവമക്കളെ വെച്ച്, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. പിന്മാറ്റക്കാരുടെ മടങ്ങിയതിനു വേണ്ടി പ്രാർത്ഥിപ്പാൻ കഴിയുമെങ്കിൽ, ദൈവരാജ്യത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയും, രോഗരാജ്യങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അത് നമുക്ക് അനുഗ്രഹമാണ്, നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമാണ്, നമ്മുടെ തലമുറയ്ക്ക്. ഇന്ന് രാത്രി സ്നേഹത്തോട് തിങ്കളാഴ്ച ഗ്ലോബൽ പ്രയർ ടൈമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ച രാവിലെ
മണിയുള്ള രാത്രി 10 മണി വരെയുള്ള 12 മണിക്കൂർ പ്രയർ, അതിലൊരു 5 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ 2 മണിക്കൂറാകാം, 1 മണിക്കൂർ മതി. നിങ്ങൾക്ക് വേണ്ടി ആരൊക്കെ അങ്ങനെ അവർക്ക് വേണ്ടി ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ട് അവരെ ദൈവം അനുഗ്രഹിക്കുക. നമ്മൾ ആരും കാണുന്നില്ല, നമ്മുടെ പക്ഷേ സ്വർഗം ഇന്ന് രാത്രികാലം ഒരു വെളിപ്പാടുണ്ട്. കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ അതിൻ്റെ മധ്യ അങ്ങ് ഇറങ്ങണമേ. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങളുടെ സഭകൾക്ക് വേണ്ടി നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ പീഡ അനുഭവിക്കുന്ന വേണ്ടി പ്രയാസത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ കഷ്ടം അനുഭവിക്കുന്ന നിരന്തരം പ്രാർത്ഥിക്കുമ്പം അവരെ ദൈവം ബലപ്പെടും. ഒരു സ്റ്റേഫാനോസിനെ ബലപ്പെടുത്തിയതുപോലെ സ്റ്റേഫാനോസിൻ്റെ മേൽ വലിയ കല്ലുകൾ ഉരുട്ടിയിടുമ്പോൾ സ്റ്റേഫാൻ്റെ മുഖം ദൈവ തേജസ്സുണ്ടെന്ന് പറഞ്ഞു. സ്വർഗത്തേക്ക് പിതാവിൻ്റെ വലത്തുവാൽ പുത്രനായി യേശുവിനെ കാണുന്ന അതിമനോഹര കാഴ്ച കണ്ട് ഈ നാളുകളിൽ അങ്ങനെയൊക്കെ ഒന്ന് കാണാം. പ്രയാസമുണ്ട്, നിന്ദയുണ്ട്, പരിഹാസമുണ്ട്, തടവറയ്ക്കകത്ത് കിടക്കുമ്പോൾ 10 പേരെ കൂടെ നേടുന്നൊരു അഭിഷേകമായിട്ട് ഇറങ്ങാൻ ഈ നാളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയും. കർത്താവെ കഷ്ടതയോട് നടക്കുമ്പോൾ പ്രയാസത്തിലൂടെ കടക്കുമ്പോൾ ചിലതിനെ കൂടെ നേടിയെടുക്കാൻ കൃപയുണ്ടാകട്ടെ. ഈ നാളിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ ദൈവം ആരും ക്ഷീണിച്ചു പോകാൻ, ആരും പിന്മാറി പോകാതിരിക്കുക. ഇതിനൊക്കെ പ്രാർത്ഥന ആവശ്യമുണ്ട്. ഇന്നത്തെ ചെറിയ സന്ദേശം ഇതാണ്, പ്രിയമുള്ളവരെ. നമുക്ക് പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കാം. ദേവദാസന്മാരെ, അഭിഷിക്തന്മാരെ തന്ന കൃപയുണ്ടല്ലോ, അകത്ത് ജ്വലിക്കുന്ന ആത്മസാന്നിധ്യം ഉണ്ടല്ലോ, നഷ്ടപ്പെടുത്തി കളയരുത് കേട്ടോ. വല്ല അന്യാഗ്നി ഒന്നും കൊണ്ട് കത്തിക്കേണ്ടി ആവശ്യമില്ല. സമാഗമന കൂടാരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടിച്ചെടുത്ത ഒലിവെണ്ണമുണ്ട്, അതിൻ്റെ നിരന്തരം കത്തിക്കൊണ്ടിരുന്നു. എൻ്റെയും നിങ്ങളുടെ അകത്ത് ആത്മാവിൻ്റെ അഗ്നി കത്തിക്കൊണ്ടിരിക്കുക. അതിനെ കെടുത്തികൾ ഒരു ദുഷ്ടശക്തികൾ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ പറയാം. അഭിഷേകമുണ്ടോ, നിങ്ങളുടെ കൃപയുണ്ടോ, കൃപാവരങ്ങളുണ്ടോ, ജ്വലിപ്പിക്കണം കേട്ടോ. തളർത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം തളർന്ന് ഒത്തിരി വാക്കുകൾ ചുറ്റുപാടും കേൾക്കുമായിരിക്കുക. അയ്യോ അത് ചെയ്യണ്ട കേട്ടോ, ഇത് ചെയ്യണം, അവിടെ പറയണം എൻ്റെ കഥ ഞാൻ മതിൽ ചാടി കടക്കുമെന്നൊക്കെ പറയണം. ഈ പ്രതികൂലത്തിൻ്റെ മേലെ കാരണം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാറാം. ദൈവം അനുകൂലമായി മാറണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിന് വചനം വായിക്കാം. നിരന്തരം നിങ്ങൾ വചനം വായിക്കാം. സ്നേഹത്തോട് സഭകൾക്കകത്ത് നിരന്തരം പ്രാർത്ഥിക്കണം. ദൈവമക്കളോട് പറയണം, നിങ്ങൾ നിരന്തരം വചനം വായിക്കണം. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ബൈബിൾ മൊത്തം വായിക്കാൻ പഠിപ്പിക്കണം. കുഞ്ഞുങ്ങൾ ബൈബിൾ വായിക്കണം. നിരന്തരം വചനം വായിച്ചേ മതിയോ. ഈ നാളിൽ വചനം വായിച്ചാൽ വചനകത്ത് ഹൃദയസ്ഥമായ വചനമകത്ത് ചലിക്കും. ചുമ്മാതിരിക്കത്തില്ല കേട്ടോ. വചനത്തിന് ജീവനുണ്ട്, ചൈതന്യമുണ്ട്. അത് ഇരുവാൾത്തല മൂർച്ചയുള്ള വാള് പോലെ അകത്ത് ചലിക്കും. അനേക വിഷയങ്ങളുടെ പാപം ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? വചനമകത്തില്ലാതെ. അതുകൊണ്ട് 1 യോഹന്നാൻ 3 പറഞ്ഞു, ദൈവത്തെ ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. വചന വിത്ത് അവനകത്തുള്ളതുകൊണ്ട് അവന് പാപം ചെയ്യാൻ കഴിയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവമക്കളോട് ഇന്ന് രാത്രികാലം വിളിച്ചു പറയുന്നു, നമ്മുടെ അകത്തുണ്ടല്ലോ അത് വചനമാകുന്ന വിത്തുണ്ടെങ്കിൽ പാപം ചെയ്യത്തില്ല, അനീതി ചെയ്യത്തില്ല, അധർമ്മം ചെയ്യത്തില്ല. ദൈവമില്ലാത്ത ഒരിടത്തും പോയി നമ്മൾ നിൽക്കത്തില്ല. പാപിയുടെ വഴി നടക്കാമെന്ന് സങ്കീർത്തനം 1 പറഞ്ഞ് അവിടേക്ക് പോയി ഇരിക്കുന്നതും അവിടെ പോയി തലയാട്ടുന്നതും അതിൻ്റെ പിന്നിൽ കാരണമെന്തോ? ഈ വചനത്തിന് മാറിപ്പോകുന്നു. അതുകൊണ്ട് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ കാരണം ഈ ന്യായപ്രമാണ പുസ്തകത്തിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോയത്, നീ അത് രാവും പകലും ധ്യാനിച്ചു വേണം. അങ്ങനെ ചെയ്താൽ നീ ചെയ്യുന്നതൊക്കെ സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ആ യോശുവയോട് പറഞ്ഞ ഈ ദിവസങ്ങളിൽ ആ ദൈവത്തിൻ്റെ വചനം, ആ മാറ്റമില്ലാത്ത വചനങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും ഒക്കെ ഒന്ന് കൊതിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ഒരു അനുഭവത്തിലേക്ക് വന്ന ദൈവത്തിൻ്റെ വചനത്തിന് മുന്നിൽ നാം മടങ്ങി വന്നാൽ ഇന്ന് രാത്രികാലം സ്നേഹത്തോടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അവസ്ഥകൾ മാറും കേട്ടോ. നിങ്ങളുടെ സാഹചര്യം നിങ്ങൾ ഇങ്ങനെ ഇരിക്കത്തില്ല. ഈ ദിവസങ്ങളിൽ നമുക്ക് എഴുന്നേൽക്കാൻ ഉണരേണ്ട ഒരു സമയമായി, കർത്താവിൻ്റെ വരവിന് സമയമായി. കർത്താവ് ഏത് സമയം വരക്കണം, ദൈവത്തിൻ്റെ വരവിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നൊരു സഭയായിട്ട്, മണവാട്ടി സഭയായിട്ട് മാറാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് സഹായിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ദിവസം ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം, ഒരു ഉണർവിൻ്റെ ശക്തി എൻ്റെ മേലയക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളുടെ മെസ്സേജുകൾ കാണുന്നത്, ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളൊക്കെ സഹകരിക്കുന്ന, ലൈക്ക് ചെയ്യുന്ന അവരോടൊക്കെ പറയുന്നുള്ള സന്ദേശം, കർത്താവ് നിങ്ങളെ കൈവിടരുത്. ഞാൻ ലോകാവസാനത്തോട് നിങ്ങളോട് കൂടി ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കില്ലെന്ന് കർത്താവ് പറഞ്ഞു. എൻ്റെ കൈ നിങ്ങൾ ആർക്കും തട്ടിപ്പറിക്കാൻ കഴിയുമോ? പിന്നെ വേറൊരു കാര്യങ്ങൾ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുമോ? അയ്യോ, കർത്താവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം. പക്ഷെ ദൈവം പ്രതികൂലമായാലോ, ദൈവത്തിൻ്റെ കരം വിരോധമായാലോ വലിയ കഷ്ടം. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് മടങ്ങി വരാം, നമുക്കൊന്ന് അനുദപിക്കാം, നമുക്കൊന്ന് മാനസാന്തരപ്പെടാം. നമ്മുടെ പാപങ്ങൾ, നമ്മുടെ കുറവുകൾ, നമ്മുടെ വീഴ്ചകൾ നമ്മുടെ ദൈവത്തിന് ഏറ്റുപറഞ്ഞ്, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ കുടുംബത്തോട് ക്ഷമിക്കണമേ, വിഷയങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ഒരു നിരപ്പ് പ്രാപിച്ചു മടങ്ങി വരാം. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ദൈവം വലിയ നഷ്ടപ്പെട്ട പരിശുദ്ധ രാത്രികൾ തുള്ളനും വെട്ടിക്കിളി നശിപ്പിച്ച സംവത്സരങ്ങളിൽ ഞാൻ മടക്കിത്തരാം. ആരോട് ദൈവാത്മ ഇന്ന് രാത്രി
രാത്രികാലം ദൂത് കൈമാറുന്നു. ഈ ദിവസങ്ങളിൽ ഒരു സമർപ്പണത്തോടെ ഇരിക്കാൻ കഴിയുമെങ്കിൽ, ഒരു മടങ്ങിവരെ അനുതാപത്തോട് കണ്ണുനീരോട് ദൈവത്തിന് കരയാൻ കഴിയുക. നഷ്ടപ്പെട്ട് തുള്ളനും വെട്ടുകിളിയെ കൊണ്ടുപോയത് ഒത്തിരി ഭൗതിക നന്മകളെ, ആത്മീയ നന്മകളെ കൊണ്ടുപോയി. കൃപകളുണ്ടായിരുന്നു, കൃപാവരങ്ങളുണ്ടായിരുന്നു, ഒരു കാലത്തൊക്കെ ഒത്തിരി പ്രവചനങ്ങളുണ്ടായിരുന്നു, വെളിപ്പാടുകൾ. ഇന്നെല്ലാം നഷ്ടപ്പെട്ട് മങ്ങിയിരിക്കുന്ന അനുഭവത്തിൽ ചിലതിനോട് ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. മടങ്ങി വരാൻ കഴിയുമോ? അനുദപിക്കാൻ കഴിയുമോ? മാനസാന്തരപ്പെടാൻ ഇന്ന് രാത്രി പരിശുദ്ധ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണം. പ്രിയ സഹോദരങ്ങളെ, നമുക്കൊന്നിക്കാം. ഉണരേണ്ട സമയമായി കർത്താവ്. ആ ശത്രു എത്ര ഇടർച്ചകൾ ഇട്ടിയാലും മുന്നോട്ട് വിടത്തിൽ അതിനെ അതിജീവിക്കുന്ന ഒരു അഭിഷേകമായിട്ട് എഴുന്നേൽക്കാൻ തരുക. അഭിഷേകം മുഖത്തെ തകർക്കും. അഭിഷേകം അന്യായ ബന്ധം അഴിച്ചു. ഇന്ന് രാത്രി ചില അന്യായ ബന്ധങ്ങൾ അഴിഞ്ഞു മറിയപ്പെടാം. നിങ്ങളും ഞാൻ ഒന്നിച്ച് സ്തുതിച്ചാൽ, നിങ്ങൾ ഞാൻ ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ ദൈവത്തെ മാത്രം വാചനമാക്കത്തിനും വാചനം ക്രിയ ചെയ്യുക. ഈ ദിവസം വചനത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരാം, ആരാധനയിലേക്ക് മടങ്ങി വരാം, ദൈവ ഭയത്തിലേക്ക് മടങ്ങി വരാം, ദൈവ ബഹുമാനത്തിലേക്ക് മടങ്ങി വരാം, ദൈവ സ്നേഹത്തിലേക്ക് മടങ്ങി വരാം. പറ്റുമോ? ഇന്ന് രാത്രി അതൊക്കെ ചെയ്യാൻ നൽകുമ്പോൾ നമ്മുടെ ഒത്തിരി വിഷയങ്ങൾ മുന്നിൽ അതൊക്കെ കാര്യം സാധിച്ചിട്ട് കർത്താവേ ആ ദൈവത്തിലേക്ക് വരാമെന്നല്ല, ഇതെല്ലാം ലഭിച്ചതിന് ശേഷം ദൈവത്തെ ബഹുമാനിക്കാമെന്നല്ല, ഇതെല്ലാം ലഭിച്ചതിന് ശേഷം യേശുവേ അങ്ങേ സ്നേഹിക്കാമെന്നല്ല. ഒന്നും കിട്ടിയില്ലെങ്കിലും, ഇവിടെ ഒരു മറുപടിയും കിട്ടിയില്ലെങ്കിലും കർത്താവ് മറ്റൊന്നിനേക്കാൾ മതിയായി യേശുവേ ഞാൻ അങ്ങേ സ്നേഹിക്കുമെന്ന് പറയുന്ന എത്ര പേർക്കില്ല. അങ്ങനെയൊക്കെ ഒന്ന് പറയാൻ കഴിഞ്ഞാൽ അത് വിടുതലാകുഞ്ഞ്, അത് അത്ഭുതകരമായിട്ട് എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ കൂടെ ഞാൻ കണ്ടുപോയി. ഒത്തിരി പേർ കണ്ട് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ കണ്ടതാണ്. അവരൊന്നും എന്തെങ്കിലും ചെയ്തിട്ടല്ല, പക്ഷെ സ്വർഗത്തിലെ പൊന്നു തമ്പുരാൻ അത്ഭുതകരമായിട്ട് ചെയ്തു. ഈ നാളിൽ ദൈവം അങ്ങനെ ചെയ്യട്ടെ. നമുക്ക് അന്യനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയയിലുള്ള പ്രിയമുള്ളവരോട് പറഞ്ഞു, എല്ലാ ദിവസവും രാത്രി ഞങ്ങളുടെ 1 മണിക്ക് പ്രയർ ഉണ്ട്. രാത്രി 10 തൊട്ട് 11 പ്രയർ ഉണ്ട്. പ്രത്യേകമായിട്ട് തിങ്കളാഴ്ച രാത്രി 10 തൊട്ട് 11 ഗ്ലോബൽ പ്രയർ ടൈമിലേക്ക് നിങ്ങളെ സ്വാഗതം. ആ സമയങ്ങളിൽ നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത്, നിങ്ങളുടെ സഭകൾക്കകത്ത് ഒക്കെ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 10 തൊട്ട് രാത്രി 10 മണി വരെയുള്ള 12 മണിക്ക് പ്രയർ നടത്തി നിങ്ങൾക്ക് ലഭിക്കുന്ന സമയങ്ങളിൽ ഇരുന്ന് വേർപെട്ടിരുന്ന് പ്രാർത്ഥിച്ചാട്ടോ ഒരു ഒരുക്കത്തിന് അടുത്ത ദിവസം ആരാധനയ്ക്ക് വേണ്ടി ആ സമയത്ത് ദൈവത്തെ എഴുതിയേക്കുവാനോ ആ സന്തോഷം പെൻസായിട്ട് നമുക്ക് അന്യനെ ഓർക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വാട്സപ്പിൽ കൂടെ തരുന്ന വിഷയങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം വലിയ ചെയ്യട്ടെ. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അടുത്തവണ കാണുമ്പോഴും ദൈവത്തിൻ്റെ വലിയ കൃപയുണ്ടാകും. ഇന്ന് രാത്രി സ്നേഹത്തോടൊന്ന് ഒരു വലിയ ദൈവിക സമാധാനം നിങ്ങളുടെ മേൽ കർത്താവ് തരിക, നിങ്ങളെ ബലപ്പെടുത്തുക. കാരണം അനേകരെ തളർത്തുവാനല്ല, അനേകരെ വളർത്തുക. അതുകൊണ്ട് എഫെസ്യ ലേഖനത്തിൽ വന്ന് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടെന്ന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുക. എൻ്റെ വായിൽ നിന്ന് നല്ല വാക്കുകൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, നിങ്ങളെ ബലപ്പെടുന്നു. കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവ കെട്ടുപണിക്ക് വേണ്ടി നിങ്ങൾ പ്രയോജനമുള്ളവരായി മാറണം. നിങ്ങളെ ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒന്നിച്ച് വചനങ്ങൾ ചിന്തിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.